ഓവുലേഷൻ ഇൻഡക്ഷൻ നാച്ചുറലി കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കപ്പിൾസിന് ആദ്യം നിർദ്ദേശിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. അപ്പം ഓവുലേഷൻ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എഗ് ഡെവലപ്മെൻറ്റിലുള്ള ടാബ്ലറ്റ്സ് കൊടുത്തിട്ട്, അതായത് നോർമലി ഇത് കൊടുക്കുക 2nd ഡേ ഓഫ് ദ പീരീഡ് തൊട്ട് 5th ഡേ ആണ്, 5 days ആണ് ഈ ടാബ്ലറ്റ് സാധാരണയായിട്ട് കൊടുക്കുക. അപ്പം ഇത് കഴിഞ്ഞിട്ട് എഗ് ഡെവലപ്മെൻറ്റ് മോണിറ്റർ ചെയ്യണം. ഇത് മോണിറ്റർ ചെയ്യാൻ എഗ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നത് അൾട്രാസൗണ്ട് വഴിയാണ്. അപ്പോൾ ഒരു 9th ഡേ ഓഫ് ദ പീരീഡ് തൊട്ട് പേഷ്യൻറ്റിനോട് 3 ദിവസത്തിലൊരിക്കൽ പെൽവിക് സ്കാനിന് വരാൻ പറയും. ഇതുവഴി നമ്മൾ ഫോളിക്കിളിൻ്റെ ഗ്രോത്ത് മോണിറ്റർ ചെയ്യും. സാധാരണ ആവറേജ് ഫോളിക്കിൾ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 1.5 millimeter per day ആണ്. അപ്പോൾ ഈ ഫോളിക്കിൾ ഒരു 18 to 20 millimeter ആകുമ്പോഴാണ് സാധാരണ ഇത് റിലീസ് ആവുന്നത്. അപ്പം ഈ 18 to 20 ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിൽ 24 hours മാത്രമേ ലൈവായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ടൈമിൽ പ്രഗ്നൻസി ട്രൈ ചെയ്യേണ്ടതായി ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 18 to 20 millimeters ആകുമ്പോൾ ഈ എഗ് റിലീസിനായിട്ടൊരു ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു 36 hours റിലീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് കപ്പിൾസിനോട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ പറയാം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓവുലേഷൻ ഇൻഡക്ഷൻ ചെയ്ത എഗ് റിലീസിനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞ് 36 hours നമുക്ക് ഇൻട്രായൂട്ടറൈൻ ഇൻസെമിനേഷൻ അഥവാ IUI ചെയ്യാവുന്നതാണ്. ഈ പ്രൊസീജിയറിന് ഇഞ്ചക്ഷൻ കൊടുത്ത് 36 hours കഴിയുമ്പോൾ നമ്മൾ പ്രീ വാഷ് ചെയ്ത സ്പേം സാമ്പിൾസ് ഒരു ചെറിയ ക്യാനില വഴി ഡയറക്റ്റായിട്ട് യൂട്രൈൻ ക്യാവിറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ ഓവുലേഷൻ ഇൻഡക്ഷൻ ആണെങ്കിലും IUI ആണെങ്കിലും കൺസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാവുന്നതാണ്. താങ്ക് യു.